الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد. നമ്മൾ സൂറത്തുൽ മുൽക്ക് കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കി. അടുത്ത സൂറത്തു അൽ ഖലം. ഈ സൂറത്ത് മക്കയിൽ അവതരിച്ചതാണ്. ചില പണ്ഡിതന്മാരതിൽ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, മക്കയിലാണ് അവതരിച്ചത് എന്ന കാര്യത്തിൽ. ഈ സൂറത്തിനെ പറ്റി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്ൻ തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞത് സൂറത്തു അൽ ഖുലുഖ്, സ്വഭാവത്തെക്കുറിച്ചുള്ള സൂറത്താണ് എന്ന് പറഞ്ഞത് കാണാം. കാരണം ഈ സൂറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അതുപോലെ തന്നെ പല സ്വഭാവ ഗുണങ്ങളും, നല്ല സ്വഭാവങ്ങളെക്കുറിച്ച്, സബറിനെ കുറിച്ച് സൂറത്തിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദുസ്വഭാവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, ഫലാ തുതിഉൽ മുകദ്ദിബീൻ എന്ന് തുടങ്ങിയിട്ട് ഉള്ള ആയത്തുകളിൽ ഒരുപാട് ചീത്ത സ്വഭാവങ്ങളെക്കുറിച്ച് താക്കീത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാരണം സൂറത്തുൽ ഖുലുഖ് എന്ന് ഈ സൂറത്തിനെ വിളിക്കാം എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്ൻ തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്. ഈ സൂറത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിരോധിക്കുന്ന സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിരോധിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ആരോപണം പറയുന്ന ആളുകൾക്ക് മറുപടി പറയുകയും ചെയ്യുന്ന സൂറത്താണ് സൂറത്ത് അൽ ഖലം. ഇനി കഴിഞ്ഞ സൂറത്തുമായിട്ട് ഈ സൂറത്തിൻ്റെ ബന്ധം എന്താണ്? സൂറത്തുൽ മുൽക്കും ഈ സൂറത്തും തമ്മിൽ ഒരു ബന്ധമുണ്ട്. സൂറത്തുൽ മുൽക്കിൽ നമ്മൾ കണ്ടു തൗഹീദിനെ കുറിച്ചാണ് പറയുന്നത്. അല്ല, ആ സൂറത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹുവിനോട് ഖുദൂ ഉണ്ടാവുക, അള്ളാഹുവിനോട് വിധേയത്വം ഉണ്ടാവുക. എങ്ങനെ? അള്ളാഹുവിൻ്റെ മുൽക്കിനെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ ആധിപത്യത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട്. അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ മുൽക്ക് എന്ന് പറഞ്ഞാൽ തൗഹീദ് റുബൂബിയത്താണ്. അത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനോട് ഉണ്ടാകുന്ന അങ്ങേയറ്റത്തെ താഴ്മ, അതാണ് തൗഹീദുൽ ഉലൂഹിയത്ത് എന്ന് പറയുന്നത്. തൗഹീദ് റുബൂബിയത്താണ് തൗഹീദുൽ ഉലൂഹിയത്തിന് കാരണമാകുന്നത്. അപ്പോൾ ഇതാണ് സൂറത്തു അൽ മുൽക്ക്. അപ്പോൾ അള്ളാഹുവിൻ്റെ തൗഹീദ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാര്യം എന്താണ് ദീനിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നാണ് കലിമത്ത്. അപ്പം തൗഹീദ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വിഷയം റിസാലത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് എന്ന് പറഞ്ഞാൽ അതിൽ വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ചും അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരായിട്ട് പറഞ്ഞ ആരോപണങ്ങളുടെ ബുത്തുലാൻ, അത് നിരർത്ഥകമാണ് എന്ന് വിശ്വസിക്കലൊക്കെ റിസാലത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ബന്ധം രണ്ട് സൂറത്തുകളും തമ്മിലുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ സൂചിപ്പിച്ചേക്കാണ്. ഇനി നമുക്ക് ഈ സൂറത്തിൻ്റെ ആയത്തുകൾ നോക്കാം. ഒന്നാമത്തെ ആയത്ത് നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. നൂൻ എന്ന് പറയുന്നത് അറബിയിലെ ഒരു അക്ഷരമാണ്, ഹർഫാണ്. നമുക്കറിയാം ഖുർആനിൽ പല സൂറത്തുകളും തുടങ്ങുന്നത് ഇതുപോലെ അക്ഷരങ്ങൾ കൊണ്ടാണ്. അൽ ഹുറൂഫുൽ മുഖത്ത എന്ന് പറയും. എന്താ ഹുറൂഫ് മുഖത്ത എന്ന് പറഞ്ഞാൽ മുറിഞ്ഞ അക്ഷരങ്ങൾ. എന്നാൽ സാധാരണ അക്ഷരങ്ങൾ കൂടി ചേർന്ന് വാക്കുകളായിട്ടാണ് മനുഷ്യൻ സംസാരിക്കുക. അതുപോലെ അള്ളാഹുവിൻ്റെ കലാമും അങ്ങനെയാണ്. എന്നാൽ ഇവിടെ അങ്ങനെ അക്ഷരങ്ങൾ കൂടിച്ചേരാതെ മുറിഞ്ഞു കിടക്കുന്ന അക്ഷരങ്ങളാണ് നൂൻ. അതുപോലെ തന്നെ വേറെ സൂറത്തുകളിൽ കാണാൻ സാധിക്കും. ഇതിനാണ് അൽ ഹുറൂഫ് അൽ മുഖത്ത എന്ന് പറയുന്നത്. ഖുർആനിൽ ഇങ്ങനെ ധാരാളം സൂറത്തുകളുണ്ട്. ചില സൂറത്തുകളിൽ ഒരു അക്ഷരം കൊണ്ട് തുടങ്ങുന്നത് നൂൻ എന്നതുപോലെ, അതുപോലെ ഖാഫ്, അതൊക്കെ ഒറ്റ അക്ഷരമാണ് തുടക്കത്തിൽ. ചില സൂറത്ത് രണ്ടക്ഷരം കൊണ്ട് തുടങ്ങുന്നതുണ്ട്. ഏതാണ് ഉദാഹരണം? യാസീൻ, ഹാമീം. അതുപോലെ ചില സൂറത്തുകൾ മൂന്നക്ഷരം കൊണ്ട് തുടങ്ങുന്നുണ്ട്, 4, 5 വരെ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നുണ്ട്. ഹാമീം, ഐൻ, സീൻ, ഖാഫ് 5 അക്ഷരങ്ങൾ, ഖാഫ്, ഹ, യാ, ഐൻ, സാദ് 5 അക്ഷരങ്ങൾ. ഇങ്ങനെ 1 മുതൽ 5 വരെ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളുണ്ട്. ഈ അക്ഷരങ്ങളുടെ അർത്ഥം എന്താണ്? അതിനെപ്പറ്റി പല അഭിപ്രായങ്ങളും സലഫുകൾ തന്നെ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്, അള്ളാഹുവിൻ്റെ ഇസ്മുകളുടെ ഒരു ചുരുക്കമാണിത് എന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ പല വ്യാഖ്യാനങ്ങളും പറഞ്ഞവരുണ്ട്. അതൊന്നും ദുർവ്യാഖ്യാനങ്ങളൊന്നുമല്ല, സലഫുകൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ കൂടുതൽ ശരിയായിട്ടുള്ളത് പല മുഫസ്സിരിങ്ങളും പറഞ്ഞതുപോലെ ഈ അക്ഷരങ്ങളുടെ അർത്ഥം നമുക്കറിയില്ല. അർത്ഥമുണ്ടോ ഇല്ലേ? അർത്ഥമുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ കലാമിൽ അർത്ഥമില്ലാത്തതൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ നേർക്കുനേരെയുള്ള അർത്ഥം നമുക്കറിയില്ല. എന്നാൽ ഇതിൻ്റെ ഉദ്ദേശം മഗ്സ എന്ന് പറയും. മാനയുണ്ട്, മഗ്സയുണ്ട്. മാന എന്ന് പറഞ്ഞാൽ നേർക്കുനേരെയുള്ള അർത്ഥം. മഗ്സ എന്ന് പറഞ്ഞാൽ ഒരു സംസാരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം. ഉദ്ദേശം എന്താണ്? മക്ക മുശ്രിക്കുകളോടുള്ള വെല്ലുവിളിയാണ്. എന്താണ് വെല്ലുവിളി? നമുക്കറിയാം ഖുർആൻ പോലെ ഒരു സൂറത്ത് കൊണ്ടുവരാൻ
അള്ളാഹു താല അവരെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെല്ലുവിളിയെക്കുറിച്ചുള്ളൊരു സൂചനയാണിത്. എങ്ങനെയാണത് സൂചനയാവുന്നത്? ഈ അക്ഷരങ്ങൾ പോലെ ഉള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ സംസാരിക്കുന്ന അതേ അക്ഷരങ്ങളാണ് ഖുർആനിലുമുള്ളത്. എന്നിട്ടും നിങ്ങൾക്ക് ഖുർആൻ പോലെ ഒരു കിതാബ് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഇതിലൊരു ചെറിയ സൂറത്തിൻ്റെ അത്രയുള്ളൊരു സൂറത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നുള്ള വെല്ലുവിളിയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതായിരിക്കാം ശരി, അല്ലാഹു അലം. ഏതായാലും ഈ സൂറത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സൂറത്ത് കാണുന്നത്. ഖുർആൻ്റെ ഓർഡറിലായിരുന്നെങ്കിൽ ബക്കറയിൽ കാണുമായിരുന്നു. പക്ഷേ നമ്മൾ താഴ്ന്നു വരുമ്പോൾ ആദ്യത്തെ സൂറത്ത് ഇതാണ്. ഈ ഒരു ഉദ്ദേശമാണ് ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ കൊണ്ടുള്ളത് എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. എന്താണ്? ഇങ്ങനെ ഹുറൂഫ് മുഖത്ത കൊണ്ട് തുടങ്ങുന്ന അധിക സൂറത്തുകളിലും ഉടനെ തന്നെ ഖുർആനെ കുറിച്ചാണ് പിന്നെ പറയുക. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്. ഇങ്ങനെ ഓരോ സൂറത്തുകളിലും ഹുറൂഫുൻ മുഖത്ത കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളിലൊക്കെ ആ ആയത്തുകൾ കഴിഞ്ഞാൽ തൊട്ടുടനെ തന്നെ വിശുദ്ധ ഖുർആനെക്കുറിച്ച് പറയുന്നത് കാണാം. 2 സൂറത്തുകൾ ഒഴികെ. സൂറത്ത് അൽ ഖലം ഒന്ന്, ഇതിൽ ഖുർആനെക്കുറിച്ച് പറയുന്നില്ല. അതുപോലെ സൂറത്ത് മറിയം, അതിൽ കഫ യായിൻ സാദ് എന്ന് കഴിഞ്ഞിട്ട് പിന്നെ മറിയം അലൈഹിസ്സലാമിൻ്റെ കഥയാണ് പറയുന്നത്. ജക്കരിയ അലൈഹിസ്സലാമിൻ്റെയും മറിയം അലൈഹിസ്സലാമിൻ്റെയും പിന്നെ മറ്റുള്ള അമ്പിയാക്കളുടെ കഥയൊക്കെയാണ് പറയുന്നത്. പക്ഷേ സൂറത്തുൽ ഖലമിൽ ഖുർആനെക്കുറിച്ചൊരു സൂചനയുണ്ട്. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ, എഴുതപ്പെടുന്ന ഗ്രന്ഥങ്ങളാണ് സത്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എഴുതപ്പെടുന്ന ഏറ്റവും മഹത്തായ ഗ്രന്ഥം എന്ന് പറയുന്നത് ഖുർആനാണ്. ഖുർആനിലൊരു സൂചനയുണ്ട്. മറിയം, സൂറത്ത് മറിയം മാത്രമാണ് അങ്ങനെ അല്ലാത്തത്. ഇതിൽ നിന്നാണ് ചില പണ്ഡിതന്മാർ ഇങ്ങനെ മനസ്സിലാക്കിയത്, ഈ അക്ഷരങ്ങൾ കൊണ്ടുള്ള ഉദ്ദേശം മുശ്രിക്കുകളോടുള്ള വെല്ലുവിളിയാണ് എന്നുള്ളത്. തുടർന്ന് അല്ലാഹു തആല പറയുന്നു, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ, പേനയാണ് സത്യം, ഖലം പേനയാണ് സത്യം, വമാ യസ്തുറൂൻ അവരെഴുതിക്കൊണ്ടിരിക്കുന്നതും. അപ്പോൾ പേനയും പേന കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്നതുമാണ് സത്യം. അപ്പോൾ പേന എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണ്. അത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത് പോലെ മഷിമുക്കി എഴുതുന്ന പേനയാണെങ്കിലും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പേനയാണെങ്കിലും ഇപ്പോൾ പുതുതായി മനുഷ്യൻ കണ്ടുപിടിച്ച അക്ഷരങ്ങൾ എഴുതി പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ടോ, ഇപ്പോൾ കീബോർഡാണെങ്കിലും എന്താണെങ്കിലും അതൊക്കെ ഈ ഖലം എന്ന് പറയുന്നതിൽ ഉൾപ്പെട്ടു. ഈ പേന എന്ന് പറയുന്നത്, എഴുതാനുള്ള ഉപകരണങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വലിയൊരു നിഅമത്താണ്. അത് ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ ഖതാദ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, താബിഇയാണ്, അൽ ഖലമു നിഅമത്തുൻ അദീമ ലൗലൽ ഖലം ലം യഖും ദീനുൻ വലം യസിഹ ഐഷുൻ. പേനയില്ലായിരുന്നെങ്കിൽ ദീനിന് നിലനിൽപ്പില്ല, മനുഷ്യൻ്റെ ജീവിതവും മുന്നോട്ട് പോവുകയില്ല. അല്ലേ? ദീന് നിലനിൽക്കുന്നത് എഴുത്തിലൂടെയാണ്. വിശുദ്ധ ഖുർആൻ നമ്മൾ ഓതുന്നത് എഴുതിയിട്ടാണ്. ഖുർആൻ നിലനിൽക്കുന്നത് അടിസ്ഥാനപരമായി ഹിഫ്ദിലൂടെയാണ്. ബൽ ഹുവ ആയാത്തുൻ ബയ്യിനാത്തുൻ ഫീ സുദൂരില്ലദീന ഊതുൽ ഇൽം എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ഒരു സഹായി ആയിക്കൊണ്ട് എഴുത്തുമുണ്ട്. അല്ലെ? ഖുർആൻ നിലനിൽക്കുന്നത് ഹിഫ്ദിലൂടെയാണ് എന്ന് നമ്മൾ പറയാറുണ്ട് സാധാരണ, സത്യമാണ്. പക്ഷെ നമ്മളൊക്കെ ഓതുന്നതോ, ആരെങ്കിലും ഉണ്ടോ ഹിഫ്ദെന്ന് ഖുർആൻ ഓതുന്ന ആളുകൾ? നിസ്കാരത്തിൽ ഓതും, അതല്ലാതെ ഖുർആൻ ഓതുന്നത് ഹാഫിളിങ്ങൾ പോലും, മുസ്ഹഫ് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച ഹാഫിളിങ്ങൾ ഇന്ന് കാണാനുണ്ടോ? വളരെ അപൂർവമാണ്. അങ്ങനെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്, ഇന്നും ചില നാടുകളിലൊക്കെ കാണാം. പക്ഷേ ബഹുഭൂരിപക്ഷം മുസ്ലിമുകൾ ഓതുന്നത് മുസ്ഹഫിൽ നിന്ന്. ഹദീസ് ആണെങ്കിലോ, ഹദീസ് ഹിഫ്ളാക്കുന്നവർ വളരെ അപൂർവമാണ്. അതുപോലെ തന്നെ മറ്റുള്ള ഇൽമ്, സഹാബത്തിൻ്റെ കൗലുകൾ, ഫിഖ്ഹിൻ്റെ കിതാബുകൾ, ഇസ്ലാമിൻ്റെ ചരിത്രം, ഭാഷ, ഇങ്ങനെയുള്ള എല്ലാ ഇൽമും നിലനിൽക്കുന്നത് എഴുത്തിലൂടെയാണ്. അതുപോലെ വലം യസിഹ ഐഷുൻ, ജീവിതം മുന്നോട്ട് പോവുകയില്ല. ഇടപാടുകൾ എഴുതി സൂക്ഷിക്കുന്നത് പേന കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ദീനിനും ദുനിയാവിനും വളരെ അനിവാര്യമായ ഒരു അനുഗ്രഹമാണ് പേന എന്ന് പറയുന്നത്. ഇത് ഇസ്ലാം ഇൽമിൻ്റെ ദീനാണ് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നൊരു സൂചനയാണ്. അല്ലെ? ആദ്യം ഇറങ്ങുന്ന സൂറത്തുൽ അലക്കിലും പറഞ്ഞിട്ടുണ്ട്, അല്ലദീ അല്ലമ ബിൽ ഖലം. ഇപ്പോൾ എഴുത്തും വായനയും പഠനവും എന്നൊക്കെ പറഞ്ഞ ഒരു മുസ്ലിമിൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ അലക്ഷ്യമായിട്ട് ജീവിക്കുന്ന ആളുകളല്ല. ഇൽമ് ഏറ്റവും വലിയ ഒരു ലക്ഷ്യമായി കാണുന്ന ആളുകളാണ് മുസ്ലിമീങ്ങൾ. അങ്ങനെ ആയിരിക്കണം. അത് ദീനിൻ്റെ ഇൽമാണ് ഒന്നാമത്. അല്ല, ഏറ്റവും മഹത്തായ ഇൽമ് ഖുർആനിലും സുന്നത്തിലും പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഇൽമ് ശർഈയ ഇൽമാണ്. ദുനിയവിയായ ഇൽമുകളോ അതും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? കാരണം അത് ദീനിൻ്റെ ശക്തിക്കുള്ള വസീലയാണ്. അല്ല, ദീൻ നിലനിൽക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ദുനിയവിയായ ഇൽമെന്ന് പറയുന്നത്. മുസ്ലിം ഉമ്മത്തിൻ്റെ ഇസ്സത്തിന്, പ്രതാപത്തിന്, ശക്തിക്ക് ആവശ്യമായ അസ്ബാബുകളാണ് ദുനിയവിയായ ഇൽമും. അതുകൊണ്ട് തന്നെ 2 കാര്യത്തിലും ആദ്യകാലക്കാരായ മുസ്ലിമീങ്ങൾ വളരെ മുൻപന്തിയിലായിരുന്നു. മുൻഗാമികളായ സഹാബത്തിൻ്റെയും താബീങ്ങളുടെയൊക്കെ കാലത്ത് മുസ്ലിമീങ്ങൾ അവരെ കൊണ്ട്
എത്തിപ്പെടാൻ പറ്റുന്നതിൻ്റെ പരമാവധി ദുന്യവിയായ ഇൽമുകൾ പോലും മികവ് പുലർത്തിയിട്ടുണ്ട്. പണ്ഡിതന്മാർ പറയുന്നത് ദുന്യവിയായ ഇൽമുകൾ ഏത് ഇൽമാണെങ്കിലും നാഫിയായ ഉപകാരപ്രദമായ ഏതൊരു ഇൽമും പഠിക്കൽ ഫർള് കിഫായാണ്, മുസ്ലിമീങ്ങളുടെ സാമൂഹ്യ ബാധ്യതയാണ്. മുസ്ലിം ഉമ്മത്തിൽ ഈ ഇൽമുകളെല്ലാം അറിയുന്ന ആളുകളുണ്ടായിരിക്കണം. ഇപ്പോൾ ഫർള് കിഫായെക്കുറിച്ച് പറയുന്നത് ഫർള് കിഫായായിട്ടുള്ള കാര്യങ്ങൾ, ഫുറൂദുൽ കിഫായാത്ത് എന്ന് പറയുന്നത് സുന്നത്തുകളേക്കാൾ അഫ്ദലാണ്. സുന്നത്തായ കാര്യങ്ങളെക്കാൾ ഒരു വ്യക്തി സ്വന്തം ജീവിതത്തിൽ ചെയ്യുന്ന അവനെ മാത്രം ബാധിക്കുന്ന സുന്നത്തുകളേക്കാൾ മഹത്വമുള്ളതാണ് ഫർള് കിഫായ. മുസ്ലിം ഉമ്മത്തിൻ്റെ പൊതുവായ ഗുണത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ ഒരാൾ 2 റക്അത്ത് തഹയ്യത്ത് നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ നഫിൽ മുത്തലഖ് 2 റക്അത്ത് വെറുതെ സുന്നത്ത് നിസ്കരിക്കുന്നു. മയ്യത്ത് നിസ്കാരമാണെങ്കിലോ മയ്യത്ത് നിസ്കാരമാണ് കൂടുതൽ ഫضലുള്ളത്. അപ്പോൾ ഫർള് കിഫായായ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നത് സ്വന്തം ജീവിതത്തെ മാത്രം ബാധിക്കുന്ന സുന്നത്തിനേക്കാൾ അഫ്ളലാണ്. ഇതാണ് പൊതു നിയമം. ചിലപ്പോൾ ചില എക്സെപ്ഷൻ ഉണ്ടായിരിക്കാം, പക്ഷേ ഇതാണ് പൊതുവിലുള്ള നിയമം. അപ്പോൾ സ്വാഭാവികമായും ഈ നിയത്തോടു കൂടി മുസ്ലിം ഉമ്മത്തിന് ഉപകാരപ്പെടുന്ന ഒരു ഡോക്ടറാവണം എന്നുള്ള നിയത്തിൽ ഒരാൾ പഠിച്ചാൽ അത് ഫർള് കിഫായ നിറവേറ്റാൻ പരിശ്രമിച്ചതിൻ്റെ പ്രതിഫലം അവനുണ്ടാകും. ഒരു സുന്നത്ത് ചെയ്യുന്നതിനേക്കാൾ വലിയ പ്രതിഫലം ഉണ്ടാകും. പക്ഷേ നിയത്ത് ആണ് പ്രധാനം. ഒരാൾ പഠിക്കുന്നത് സമ്പാദിക്കാനും തിന്നാനും വേണ്ടിയാണെങ്കിൽ അവന് യാതൊരു പ്രതിഫലവുമില്ല. അവന് ആളുകളുടെ മുന്നിൽ കൈനീട്ടിയില്ല എന്നുള്ള ആ ഹറാമിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് മാത്രം. പക്ഷെ ഒരാളുടെ നിയത്ത് നല്ലതാണെങ്കിൽ ഏത് മേഖലയിലാണെങ്കിലും അത് നല്ലതാണ്. അതിന് മുമ്പ് കാലത്തുണ്ടായിരുന്ന ഇസ്ലാമിക ഭരണകൂടങ്ങളുടെ കാലത്തും ഖിലാഫത്തിൻ്റെ കാലത്തുമൊക്കെയുള്ള ആളുകളെ നോക്കിയാൽ മതി. പല കാര്യങ്ങളും ദുന്യവിയായ പല മുന്നേറ്റങ്ങളും നടത്തിയത് അവരാണ്. ഞാൻ ഈ മുർത്തദായിട്ടുള്ള സയൻറ്റിസ്റ്റുകളെ കുറിച്ചല്ല പറയുന്നത്. അതിന് മുമ്പുള്ള ഖുലഫാ റാഷിദീങ്ങളുടെ കാലത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അറേബ്യയിൽ ജാഹിലിയ കാലത്തുണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വലിയ പരിഷ്കാരങ്ങൾ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കാലത്തും ഒക്കെ ഉണ്ടായതായിട്ട് കാണാം. ഈ പോസ്റ്റ് എന്ന് പറയുന്ന സംവിധാനം, പോസ്റ്റ് കത്തയക്കുന്ന പോസ്റ്റ്, അത് ഉമർ റളിയല്ലാഹുവിനാണ് തുടങ്ങിയതെന്നാണ് പറയുന്നത്. അദ്ദേഹം കുതിരകളെ ഉപയോഗിച്ചിട്ട് ബരീദ് എന്ന് പറയും. ബരീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബരീദ് എന്നാണല്ലോ ഇന്ന് പോസ്റ്റിന് പറയുന്നത്, കത്തയക്കുന്ന ബരീദ് എന്നാണല്ലോ പറയുന്നത്. ഉമർ റളിയല്ലാഹുവിനാണ് ഇത് കൊണ്ടുവന്നതെന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഒരു കുതിരയെ പറഞ്ഞയച്ചാൽ എത്താൻ താമസിക്കും. അപ്പോൾ നാട്ടിൽ ഓരോ അകലം വെച്ചിട്ട്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 10 കിലോമീറ്റർ എന്ന് വിചാരിക്കുക, 10 കിലോമീറ്റർ ദൂരത്തിൽ ഓരോ കുതിരയെ വെച്ചിട്ടുണ്ടാവും, കുതിരയും കുതിരക്കാരനും. എന്നിട്ടൊരു കത്തയച്ചാൽ, ഇവിടെ നിന്നൊരു കത്തയച്ചാൽ ആ കുതിര പോയിട്ട് 10 കിലോമീറ്റർ കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പിലുള്ള കുതിരയെ ഏൽപ്പിക്കും ഈ കത്ത്. കാരണം 10 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ കുതിര തളരും. ഫുൾ സ്പീഡിൽ ഓടാൻ കഴിയുക 10 കിലോമീറ്റർ ആയിരിക്കും, ഏകദേശം കണക്കാണ്. അവിടെ അടുത്ത ആളുണ്ടാവും, അവിടെ കൊടുക്കും, ഈ കുതിര തിരിച്ചു വരും. അവർ കൈമാറി വളരെ പെട്ടെന്ന് ലക്ഷ്യത്തിലെത്തും. അങ്ങനെയുള്ള സംവിധാനം ഉമർ റളിയല്ലാഹു തുടങ്ങിയത്. ഒരു പക്ഷേ അന്നത്തെ മൊത്തം ലോകത്തുള്ള ശാസ്ത്രത്തിൻ്റെ വളർച്ചയൊക്കെ നോക്കിയാൽ സഹാബത്ത് മുന്നിലായിരിക്കണമെന്നില്ല. പക്ഷേ ജാഹിലിയ കാലത്തുള്ള അറേബ്യയുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വളരെ വലിയ കണ്ടുപിടുത്തങ്ങളായിരുന്നു ഇതൊക്കെ എന്നുള്ളതാണ്. അപ്പോൾ അവരിലാണ് നമ്മുടെ മാതൃക. അതുപോലെ തന്നെ അന്തലസിലുണ്ടായിരുന്ന ഇസ്ലാമിക ഭരണം, ഈ സ്പെയിന് പോലെയുള്ള സ്പെയിനിലും പോർച്ചുഗലിലൊക്കെ ഉണ്ടായിരുന്ന ഇസ്ലാമിക ഭരണം, അവിടുത്തെ മുസ്ലിമീങ്ങളുടെ കണ്ടുപിടുത്തങ്ങളും അവരുടെ വികസന പ്രവർത്തനങ്ങളും അതൊക്കെ വളരെ അത്ഭുതകരമായ കാര്യമായി ഇന്നും ആളുകൾ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്പെയിനിലുണ്ടായിരുന്ന ഉമവി ഭരണകൂടമാണ് അവിടെ എത്തുന്നത് ആദ്യമായിട്ട്. പിന്നീട് അവിടെയുള്ള പല പ്രാദേശിക ഭരണാധികാരികളും ഭരണം നടത്തി. ആ കാലത്ത് യൂറോപ്പിലുള്ള മറ്റ് രാജ്യങ്ങളിൽ, ഫ്രാൻസ് അതുപോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന മറ്റ് മതസ്ഥരായിട്ടുള്ള ആളുകൾ ദുന്യവിയായിട്ടുള്ള എൽമ പഠിക്കാൻ വേണ്ടിയിട്ട് സ്പെയിനിലേക്കാണ് പോകുന്നത്, ഇസ്ലാമിക് രാജ്യത്തേക്ക്. അത് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അവരവിടെ പോയി മെഡിസിനും അതുപോലെ എഞ്ചിനീയറിങ്ങും ഇങ്ങനെയുള്ള ദുന്യവിയായിട്ടുള്ള എൽമുകൾ അവർ പഠിക്കാൻ പോയിരുന്നത് ഈ ഇസ്ലാമിക രാജ്യങ്ങളിലേക്കാണ്. ഒരു ചരിത്രം കേട്ടിട്ടുണ്ട്. അവിടെ നിന്ന് പോകുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഇപ്പം ഇന്ന് ആളുകൾ ദുനിയാവിൻ്റെ എൽമിന് വേണ്ടിയിട്ട് യൂറോപ്പിലേക്കൊക്കെ പോകുന്നത് പോലെ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവർ മുസ്ലിം അല്ലാത്ത ആളുകൾ അവരുടെ മക്കൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക രാജ്യത്ത് വരുമ്പോൾ, ഈ സ്പെയിനിൽ വരുമ്പോൾ, ഇവരവിടെ നിന്ന് മുസ്ലിമാകും. സ്വാഭാവികമായിട്ടും അവിടെ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി ഇസ്ലാം സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവരെ അവരുടെ ദീനിൽ തന്നെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി 4-5 കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ അവരുടെ കൂടെ ഒരു പുരോഹിതനെ പറഞ്ഞേക്കും, അവരുടെ കൂടെ താമസിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ദീനിൽ ആരും ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. കാരണം അവർക്ക് അങ്ങോട്ട് പോകാതിരിക്കാൻ വയ്യ. അത്രയും ലോകത്തിന് ആവശ്യമായിരുന്ന അവസ്ഥയിൽ മുസ്ലിമീങ്ങൾ വളർന്നിരുന്നൊരു കാലം ദുനിയവിയായിട്ട് പോലും. അപ്പോൾ ഏറ്റവും വലുത് ദീനിയായിട്ട് ഇൽമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ എൽമിൻ്റെ ഫദലിനെ കുറിച്ച് വന്നിട്ടുള്ള ആയത്തുകളും ഹദീസുകളും അത് ശറഈ ആയിട്ടുള്ള എൽമിനെ കുറിച്ച് ഉള്ളതാണ്.
പക്ഷേ ദുന്യവിയായിട്ടുള്ള ഇൽമ് അത് ഫർള് കിഫായയിൽ പെടുന്ന കാര്യമാണ്. ചില പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദീനിയായിട്ടുള്ള ഇൽമിന് ഒരു തടസ്സമാകുമെങ്കിൽ ദുന്യവിയായ ഇൽമുകളെ നിരുത്സാഹപ്പെടുത്തണം എന്ന് പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ രണ്ടും ഒരുപോലെ കൊണ്ടുപോകുക എന്നുള്ളതാണ് മുൻഗാമികളുടെ രീതി. എന്നാൽ ദീനിയായിട്ടുള്ള ഇൽമിന് ഒരു തടസ്സമാകും എന്ന് തോന്നിയാൽ ദുനിയവിയായ ഇൽമുകൾ അതിൽ സമയം ചെലവഴിക്കുന്നത് നിരുത്സാഹപ്പെടുത്തണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഈ എഴുത്തും പേനയും എന്നൊക്കെ പറയുന്നത് ഏത് ഉപകാരപ്രദമായ മേഖലയിലാണെങ്കിലും അതെല്ലാം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഉപകാരപ്രദമായ നാഫിയായ മുസ്ലിം ഉമ്മത്തിന് ഗുണമുള്ള കാര്യങ്ങളാണെങ്കിൽ അതെല്ലാം ഇതിൽപ്പെടും. അതിലേറ്റവും വലുത് ഈ പേന എന്ന് പറയുന്നതിൽ ഏറ്റവും വലുത് വഹി എഴുതാൻ ഉപയോഗിച്ച പേന, അതുപോലെ ശർഈയായിട്ടുള്ള ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന എഴുത്ത്, ഇതാണ് ഒന്നാം സ്ഥാനം. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. അള്ളാഹുവിൻ്റെ നിഅമത്ത് കൊണ്ട് താങ്കൾ മജ്നൂനല്ല. മജ്നൂൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്തയാൾ. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ അക്ഷരങ്ങൾ ജീമ്, നൂന് എന്ന് പറയുന്നത് 3 അക്ഷരം തഗ്തിയത്ത്, മറച്ചു വെക്കുക എന്നുള്ള അർത്ഥമാണ് അതിന് ഉള്ളത് അടിസ്ഥാനപരമായി. ഇപ്പോൾ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അയാളുടെ ബുദ്ധി മറഞ്ഞിരിക്കുകയാണ്. അയാൾക്ക് ബുദ്ധിക്ക് വേണ്ട അവയവങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ഉപകാരമില്ല. അതാണ് മജ്നൂൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മജ്നൂൻ അല്ല എന്ന് പറയുന്നത് മക്ക മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭ്രാന്തനാണ്. അം യഖൂലൂന ബിഹി ജിന്ന, അദ്ദേഹത്തിന് ജിന്നുബാധയുണ്ട് എന്നാണോ അവർ പറയുന്നത്? സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു തആല അവരുടെ വാദം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അവർ പറഞ്ഞ ഈ ആരോപണം ശരിയല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വ ഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ, താങ്കൾക്ക് കണക്കില്ലാത്ത പ്രതിഫലം, അറ്റുപോകാത്ത, കണക്കില്ലാത്ത എന്നല്ല, മംനൂൻ എന്ന് പറഞ്ഞാൽ മഖ്തൂ, മുറിഞ്ഞു പോകാത്ത പ്രതിഫലം ലഭിക്കാനിരിക്കുന്നുണ്ട്. ഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ. ഇതെന്താണ് രണ്ടും തമ്മിലുള്ള ബന്ധം? താങ്കൾ ഭ്രാന്തനല്ല, പിന്നെ പറയുന്നത് താങ്കൾക്ക് അറ്റുപോകാത്ത പ്രതിഫലമുണ്ട്. ഉദ്ദേശിക്കുന്നത് ഈ ഭ്രാന്തിൻ്റെ നേരെ വിപരീതമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസ്ഥ. കാരണം ഭ്രാന്തനാണെന്ന് പറഞ്ഞാൽ ഭ്രാന്തന് കൂടുതൽ പ്രതിഫലമൊന്നുമില്ല, കുറ്റമില്ല എന്ന് മാത്രം. അതുപോലെ തന്നെ മുസ്ലിമാണെങ്കിൽ സ്വർഗത്തിലായിരിക്കും എന്ന് മാത്രം. പക്ഷേ കണക്കില്ലാത്ത പ്രതിഫലം, അറ്റുപോകാത്ത പ്രതിഫലം എന്നൊക്കെ പറയുന്നത് അത് വലിയ സ്ഥാനമുള്ള ആളുകൾക്കാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭ്രാന്തനല്ല എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ആളാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവിടുത്തെ നിയോഗത്തിന് ശേഷം ഈ ലോകത്തുള്ള എല്ലാ ഖൈറിൻ്റെയും കാരണം, അടിസ്ഥാനപരമായ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടെയാണ് ഈ ലോകത്ത് ഖൈർ പ്രചരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിഫലത്തിന് കണക്കില്ല, അറ്റമില്ല. വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഭ്രാന്തില്ല എന്ന് പറഞ്ഞിട്ട്, ഭ്രാന്തില്ല എന്ന് മാത്രമല്ല അറ്റുപോകാത്ത പ്രതിഫലം കിട്ടാനുള്ള ആളാണ്. അതുപോലെ തന്നെ ലഅലാ ഖുലുഖിൻ അദീം, അങ്ങേയറ്റം നല്ല മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് താങ്കൾ. അപ്പോൾ ഇതും ഭ്രാന്തിന് ഉള്ളതല്ല. ഭ്രാന്തിന് പ്രത്യേകിച്ച് ഖുലുഖൊന്നും പറയാനുണ്ടാവില്ല. അപ്പോൾ ഈ ആയത്താണ് ഈ സൂറത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം വിശദീകരിക്കുന്നത്. സൂറത്തുൽ ഖുലുഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്ന സൂറത്താണ്. വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, താങ്കൾ ഖുലുഖുൻ അദീം, വലിയ മഹത്തായ സ്വഭാവത്തിൻ്റെ മുകളിലാണ്. അല എന്നാണ് ഉപയോഗിച്ചത്. ചില പണ്ഡിതന്മാർ പറയുന്നത് കാണാം, അല എന്നുള്ള വാക്കിൽ തന്നെ ഒരു സൂചനയുണ്ട്. എന്താണ്? നല്ല സ്വഭാവമുള്ള ഒരാൾ എപ്പോഴും ഉയർന്നു നിൽക്കും. അല്ലെ, ഉലൂവ് എന്നുള്ളതിൽ നിന്നുണ്ടായതാണ് അല എന്നുള്ളത്, മുകളിൽ. നല്ല സ്വഭാവമുള്ള ആളുകൾ, നല്ല അഖ്ലാഖുള്ള ആളുകൾ ഉയർന്നു നിൽക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിനെക്കുറിച്ച് പുകഴ്ത്തിയിട്ടുള്ള ആയത്താണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഒരു ഷഹാദത്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള അംഗീകാരമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞൊരു ഹദീസ് നമ്മളെല്ലാവരും കേട്ടിരിക്കും. എന്താണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഖുർആനിൽ എന്തൊക്കെ നല്ലതുണ്ടോ അതൊക്കെ ചെയ്യും, എന്തൊക്കെ തിന്മയെക്കുറിച്ച് പറയുന്നുണ്ടോ അതൊന്നും ചെയ്യുകയില്ല. ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചിട്ട് പറഞ്ഞു, അല ഖുലുഖിൻ അദീം എന്ന് പറഞ്ഞാൽ അല ദീനിൻ അദീം, മഹത്തായ സ്വഭാവം എന്ന് പറഞ്ഞാൽ മഹത്തായ ദീനിലാകുന്നു എന്നാണ് ഉദ്ദേശം. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുലുഖ് എന്നുള്ള വാക്കിനെ ദീൻ എന്നതുകൊണ്ട് വിശദീകരിക്കാൻ കാരണം എന്താണ്? കാരണം ഒരാളുടെ ദീൻ നന്നായാൽ അവൻ്റെ ഖുലുഖ് നന്നാവും. അതുപോലെ തന്നെ ഇസ്ലാം എന്ന് പറയുന്നത് അഖ്ലാഖാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റു മനുഷ്യരുമായിട്ടുള്ള ഇടപാടുകളിൽ നല്ല മര്യാദ സൂക്ഷിക്കുക, നല്ല മര്യാദയിൽ പെരുമാറുക എന്നത് മാത്രമല്ല, ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല സ്വഭാവമാണ്. തൗഹീദ് മുതൽ തുടങ്ങുക. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനോടുള്ള നന്ദിയാണ് തൗഹീദ് എന്ന് പറയുന്നത്. അല്ലെ, നമുക്ക് എല്ലാവിധ നിഅമത്തുകളും ചെയ്തു തന്നത്, നമ്മൾ സൃഷ്ടിച്ചത് മുതൽ എല്ലാ അനുഗ്രഹങ്ങളും വന്നത് അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹുവിനോട് നന്ദി കാണിക്കുക, അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ഏറ്റവും മോശമായ സ്വഭാവമാണ് ഷിർക്ക് എന്ന് പറയുന്നത്, നന്ദികേടിൻ്റെ ഏറ്റവും വലിയ പാരമ്യമാണ് ഷിർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളും, ഇപ്പം നമസ്കാരം എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കൂ. നമസ്കരിക്കുന്ന ഒരാൾ അള്ളാഹുവിനോടുള്ള നന്ദിയാണ്, അതുപോലെ തന്നെ ദീനിൻ്റെ റുക്നാണ്. അതോടൊപ്പം ഒരാളുടെ സ്വഭാവം നമസ്കാരത്തിലൂടെ നന്നാവും. നമസ്കാരത്തിന് വരുന്നതിനെക്കുറിച്ച് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അലൈക്കും അൽ വഖാർ. നിങ്ങൾ നമസ്കാരത്തിൽ നടന്നു പോകുമ്പോൾ വളരെ വഖാറോടുകൂടി, ഗാംഭീര്യത്തോടുകൂടി, ശാന്തതയോടുകൂടി നടക്കുക. അല്ല, തിരക്ക് പിടിച്ച് ഓടരുത്. സൊല്ലു മാതറത്തും വാത്തിമ്മു മഫാത്തക്കും. അങ്ങനെ ശാന്തതയോടുകൂടി നടന്നു ചെന്നിട്ട് 1-2 റക്കഅത്ത് നഷ്ടപ്പെട്ടാൽ അത് പിന്നെ നമസ്കരിച്ചാൽ മതി. അപ്പോൾ ഒരു റക്കഅത്ത് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഓടിപ്പോകാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ നമസ്കാരത്തിന് മാത്രം നടന്നു പോവുകയും ബാക്കി സമയത്തൊക്കെ ഇങ്ങനെ തേരാപ്പാര അങ്ങാടിയിൽ ഓടുകയും ചെയ്യുക എന്നുള്ളത് സംഭവിക്കില്ലല്ലോ. അപ്പോൾ ഇതൊരു തർബിയത്താണ്. നമസ്കാരത്തിൽ ജമാഅത്തിൽ പങ്കെടുക്കുന്ന ഒരാൾ, അയാളുടെ നടത്തം സക്കീനത്തോടെ, ശാന്തതയോടെ, വഖാറോടെ, ഗാംഭീര്യത്തോടെ ആയിരിക്കും. ഇപ്പോൾ ഒരാളുടെ സ്വഭാവത്തിൻ്റെ പൂർണ്ണതയാണ്. ഇതൊന്നും സ്വഭാവത്തിൻ്റെ അടിസ്ഥാനമല്ല. ഓടാതിരിക്കുക, പതുക്കെ ഒരു ഗാംഭീര്യത്തോടെ നടക്കുക എന്നൊക്കെ പറയുന്നത് സ്വഭാവത്തിൻ്റെ ഏറ്റവും പൂർണ്ണതയിൽപ്പെട്ട കാര്യമാണ്. അതുണ്ടാകും നമസ്കരിക്കുന്ന ഒരാൾക്ക്. ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം. അതുപോലെ തന്നെ ഓരോ ഇബാദത്തുകൾ, നോമ്പിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? നോമ്പ് നോറ്റാൾ ഒരാൾ തെറി വിളിച്ചാൽ, അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാന യൗമു സൗമി അഹദിക്കും ഫലാ യർഫുസ് വലാ യജ്ഹൽ. തെറി പറയരുത്, അക്രമം കാണിക്കരുത്. ഫൈൻ സാബഹു അഹദുൻ ഔ ശാതമഹു. ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് തെറി പറഞ്ഞാൽ എന്ത് പറയണം? ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണെന്ന് പറയണം. മൻ ലം യദഅ ഖൗല സൂർ, അനാവശ്യമായ സംസാരം, മോശമായ സംസാരം, വൽ അമല ബിഹി, അതുപോലെ അങ്ങനെയുള്ള പ്രവൃത്തികൾ ആരാണ് ഒഴിവാക്കാത്തത്? ഫലൈസ ലില്ലാഹി ഹാജ ഫി അൻ യദഅ തഅമഹു വശറാബ. അവൻ പട്ടിണി കിടക്കണമെന്ന് അള്ളാഹുവിന് ആവശ്യമില്ല. അപ്പോൾ നോമ്പ് നോറ്റ ഒരാൾ അനാവശ്യം പറയുകയില്ല, വൃത്തികെട്ട സംസാരം അവൻ്റെ നാവിൽ നിന്ന് പുറത്തു വരില്ല. അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കുന്നത് ആളെ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ, എടുത്തു പറയാൻ വേണ്ടിയാണെങ്കിൽ അള്ളാഹു ഇത് സ്വീകരിക്കുകയില്ല, അല്ല അള്ളാഹു തിരിഞ്ഞു നോക്കുകയില്ല എന്ന് പറഞ്ഞ ആ 3 പേരുടെ കൂട്ടത്തിൽ എണ്ണി പറഞ്ഞതാണ് അൽമാന്നു ബി സ്വതക്കത്തിഹി. സ്വതക്കയിൽ മിന്നത്ത്, ഔദാര്യം കാണിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഔദാര്യം ചെയ്തു എന്ന് പറഞ്ഞ് സ്വതക്ക വാങ്ങിയവനെ ഉപദ്രവിക്കുന്ന ആൾ. അപ്പോൾ ഏറ്റവും വലിയ സ്വതക്കയാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സക്കാത്ത് കൊടുക്കുന്ന ഒരാൾക്ക് അയാളുടെ സ്വഭാവം എന്തായിരിക്കും? ചെയ്ത കാര്യം എടുത്തു പറഞ്ഞ് ആളുകളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള സ്വഭാവം അയാൾക്കുണ്ടാവുകയില്ല. അപ്പോൾ അയാളുടെ ബാക്കി ജീവിതത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും. ഹജ്ജിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത് ഫമൻ ഫറദ ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫഥ വലാ ജിദാല വലാ ഫുസൂഖ ഫിൽ ഹജ്ജ്. ഹജ്ജിൽ ഹലാലായ ലൈംഗിക ബന്ധം, അതിൻ്റെ മുഖദ്ദിമാത്ത്, അതിൻ്റെ തുടക്കമായിട്ടുള്ള കാര്യങ്ങൾ പോലും, സ്ത്രീകളുമായിട്ടുള്ള ഇടപാട്, അത് പാടില്ല. വല ജിദാൽ, തർക്കം പാടില്ല. വല ഫുസൂഖ്, തമ്മാടിത്തം പാടില്ല. അപ്പോൾ ഹജ്ജ് ചെയ്യുന്ന ഒരാൾ, അയാളുടെ സ്വഭാവം നന്നാവും. ഇങ്ങനെ ഇസ്ലാമിലെ ഓരോ ഇബാദത്തുകളും, അതുപോലെ മുആമലാത്തുകൾ, കച്ചവടവും ഇടപാടുകളും, വിവാഹബന്ധത്തിൽ അല്ല, ഒരാൾ വിവാഹം അന്വേഷിച്ചതിൻ്റെ ഇടയിൽ കയറി അന്വേഷിക്കാൻ പാടില്ല. അപ്പോൾ മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കുന്ന ആളായിരിക്കും. അതുപോലെ തന്നെ കച്ചവടത്തിൻ്റെ കാര്യത്തിൽ റഹിമല്ലാഹു അബ്ദൻ സംഹൻ ഇദാ ഖള സംഹൻ ഇദാ ബാഅ വസംഹൻ ഇദാ ഇശ്തറ. വിറ്റാലും വാങ്ങിയാലും, വിൽപ്പനയിലും വാങ്ങുന്നതിലുമൊക്കെ വിശാലത കാണിക്കുന്ന ആൾ, അല്ലെ വില പേശിയാലും ഒരു വിശാലത ഉണ്ടാവും, കടുംപിടുത്തം ഉണ്ടാവുകയില്ല. സംഹൻ ഇദാ ഖള വസംഹൻ ഇദാ ഇഖ്തള. കടം വീട്ടുമ്പോഴും, നമ്മുടെ അടുത്ത് കടം വാങ്ങിയ ആളിൽ നിന്ന് തിരിച്ചു വാങ്ങുമ്പോഴും വിശാലത കാണിക്കും, അല്ലെ കൊടുക്കാനുള്ളത് സമയത്ത് കൊടുക്കും, വാങ്ങാനുള്ളത് ക്ഷമയോടുകൂടി കാത്തു നിൽക്കും, വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാവിധ അഹ്കാമുകളുടെ കാര്യത്തിലും, ഇസ്ലാം പഠിപ്പിക്കുന്ന എല്ലാ നിയമങ്ങളിലും ഈ സ്വഭാവത്തിൻ്റെ പൂർണ്ണത നമുക്ക് കാണാൻ സാധിക്കും. ഒരാൾക്ക് അയാളുടെ അഖ്ലാഖ് വർദ്ധിപ്പിക്കാനുള്ള വകുപ്പ് എല്ലാ ഇബാദത്തുകളിലും, എല്ലാ മുആമലാത്തുകളിലും നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല ഖുലുഖിൻ അദീം എന്നതുകൊണ്ട് ഉദ്ദേശം അല ദീനിൻ അദീം എന്നതാണ് എന്ന് പറയാനുള്ള കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ചില മുൻഗാമികൾ വിശദീകരിച്ചത് കാണാം. ജുനൈദ്
റഹിമഹുല്ല, ജുനൈദ് അൽ ബഗ്ദാദി എന്ന് പറയുന്ന വലിയ ഒരു ജാഹിദായിരുന്ന മനുഷ്യൻ. അദ്ദേഹം പറയുന്നത് കാണാം, സുമ്മിയ ഖുലുഖൻ അലീമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുലുഖുൻ അലീം എന്ന് പറയാൻ കാരണം, ഇദ് ലം തകുൻ ലഹു ഹമ്മുൻ സിവല്ലാഹ്, അള്ളാഹു അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേറെ ഒരു ചിന്തയുമില്ല, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തണം. കാന ലാഹിറുഹു മഅൽ ഖൽഖ് വ ബാത്തിനുഹു മഅൽ ഹഖ്, അദ്ദേഹത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലാഹിർ ബാഹ്യമായ ഇടപാടുകൾ, സംസാരങ്ങളും പ്രവൃത്തികളും ജനങ്ങളോടൊപ്പമാണ്. പക്ഷേ വബാത്തിനുഹു മഅൽ ഹഖ്, മനസ്സിൽ അള്ളാഹുവാണ് എന്ന് പറഞ്ഞാൽ ആരോട് ഇടപഴകുമ്പോഴും അള്ളാഹുവിനെ മനസ്സിൽ കരുതിയിട്ട് അള്ളാഹുവിന് തൃപ്തിയുള്ള രൂപത്തിലാണ് ഇടപഴകുക. ഇതാണ് അൽ ഖുലുഖുൽ അദീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി ഇത് വിശദീകരിച്ചത് കാണാം. എന്താണ് നല്ല സ്വഭാവം എന്ന് പറയുന്നത്? അൻ തുആമില അൽ ഖൽഖ ലിൽ ഖാലിഖ്, സൃഷ്ടികളോട് ഇടപാടുകൾ നടത്തുമ്പോൾ അള്ളാഹുവിന് വേണ്ടി ഇടപാടുകൾ നടത്തുക. ഇതാണ് നല്ല സ്വഭാവമുള്ള ഒരാളുടെ ലക്ഷണം. അങ്ങനെ ഒരാളോട് നമ്മൾ പെരുമാറുന്നത് അള്ളാഹുവിന് വേണ്ടി, അയാൾ എത്രമാത്രം അള്ളാഹുവിനോട് അടുത്ത ആളാണ്, എത്രമാത്രം അള്ളാഹുവിനോട് അകന്ന ആളാണ്, അതിൻ്റെ പേരിൽ ഉള്ള ഇടപാടുകൾ. അയാൾ ചെയ്തത് തെറ്റാണ്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത തെറ്റാണെങ്കിൽ അവിടെ ദേഷ്യം പിടിക്കും. അയാൾ ചെയ്തത് നമ്മോട് വരുത്തിയ വീഴ്ചയാണെങ്കിൽ അതിൽ അങ്ങേയറ്റത്തെ ക്ഷമ. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, മൻ തഖമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിനഫ്സിഹി ഖത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തിന് വേണ്ടി ഒരിക്കലും പ്രതികാരം ചെയ്തിട്ടില്ല. ഇല്ല അൻ തുൻതഹക ഹുർമാത്തുല്ലാഹ്, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ആളുകൾ ചെയ്താൽ ഒഴികെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ശർഅൻ അനുവദിച്ച രീതിയിൽ പ്രതികരിക്കും. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാ ദറബ ഇംറഅതൻ വലാ ഖാദിമൻ, ഒരു ഭാര്യയെയോ വേലക്കാരനെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചിട്ടില്ല. അതുപോലെ തന്നെ സെയ്ദ് ബിൻ ഹാരിസയുടെ സംഭവം നമുക്കറിയാം. സെയ്ദ് ബിൻ ഹാരിസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമയായിരുന്നു. പക്ഷെ അദ്ദേഹം ശരിക്കും അടിമയല്ല, അദ്ദേഹത്തെ ആരോ മോഷ്ടിച്ച് വിറ്റതാണ് മക്കയിൽ. ജാഹിലിയ കാലത്ത് സ്വതന്ത്രരായ ആളുകൾ പിടിച്ച് അടിമയായി വിൽക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ അടിമയായി മാറിയ ആളാണ് സെയ്ദ് ബിൻ ഹാരിസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി, കൈമാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഉപ്പ ഹാരിസ അന്വേഷിച്ച് വന്നു, ഇങ്ങനെ എൻ്റെ മകൻ അടിമയായിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ. അല്ലെ, പണ്ട് കാലത്ത് ഇന്നത്തെ പോലെ മാർഗ്ഗങ്ങളില്ല അറിയാൻ. ചിലപ്പോൾ കുറച്ച് കിലോമീറ്ററുകൾ അപ്പുറത്താണെങ്കിൽ അവിടെ നടക്കുന്ന കാര്യം എന്താണെന്ന് അറിയില്ല. അങ്ങനെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഉപ്പ അറിയുന്നത് മകനിങ്ങനെ ആരോ പിടിച്ചുകൊണ്ട് അടിമയായി വിട്ടിട്ടുണ്ട്. അങ്ങനെ അന്വേഷിച്ച് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലെത്തിയപ്പോൾ എന്താണ് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ഉപ്പാൻ്റെ കൂടെ പോകണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തുടർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രമാത്രം നല്ല സ്വഭാവത്തിനുടമയായിരുന്നു. അത് കണ്ടിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുമോ? അല്ല, സ്വന്തം ഉമ്മയും ഉപ്പയും വന്നിട്ട് വിളിക്കുമ്പോൾ, അത് വർഷങ്ങളായി കാണാത്ത ഉമ്മയും ഉപ്പയും വന്നിട്ട് വിളിക്കുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അത്രമാത്രം നല്ല സ്വഭാവത്തിനുടമയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് സ്വന്തം കുടുംബത്തിൽ നിന്ന്, ഈ അടിമയായ ആരോരുമില്ലാത്ത ആൾക്ക് സ്വന്തം കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് പറയേണ്ടതില്ല. ഒരു അടിമ സ്ത്രീ അല്ലെങ്കിൽ മദീനയിലുള്ള ചെറിയ പെൺകുട്ടികൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു കൊണ്ടുപോയി അവരുടെ ആവശ്യങ്ങൾ നടത്തിപ്പിക്കുമായിരുന്നു. ഒരാവശ്യമുണ്ട് എന്ന് വന്ന് പറഞ്ഞാൽ പോകും അവരുടെ കൂടെ. ചില ആറാബികൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യങ്ങൾ പറയാൻ വരും. ആവശ്യം പറയാൻ വരുമ്പോൾ ആറാബികളെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവരുടെ സ്വഭാവം വ്യത്യസ്തമാണ്. അവർ പരുക്കനായിട്ടാണ് പെരുമാറുക. അവർക്ക് യാതൊരു വിധത്തിലുള്ള ഫോർമാലിറ്റീസും ഉണ്ടാവില്ല. അന്നത്തെ കാലത്ത് കൂടുതൽ അവസ്ഥ മോശമായിരിക്കും. അങ്ങനെ അറാബിയായ ആളുകൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിന് പിടിച്ച്, കോളറിന് പിടിച്ച്, കഴുത്തിൽ അടയാളം വന്നുപോയി, അത്രമാത്രം ശക്തിയിൽ പിടിച്ച് വലിച്ചു. എന്നിട്ടാണ് ചോദിക്കുന്നത്, എനിക്ക് സഹായം വേണം. സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. കഴുത്തിന് പിടിച്ചിട്ട് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. അപ്പോൾ ഇയാൾ അടിക്കാൻ പോയ സഹാബത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കി നിർത്തി, അയാളെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്തിട്ട് അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ഉഫ്, ഛേ എന്നുള്ള വാക്ക് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് എന്തിനത് ചെയ്തു, എന്തെങ്കിലും ചെയ്യാതിരുന്നിട്ട് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചിട്ടില്ല 10 വർഷത്തിനിടയിൽ. ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ അംശമെങ്കിലും പിന്തുടരാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അത് ഒരു മുഅ്ജിസത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനുള്ള ഒരു തെളിവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഇനി അടുത്ത ആയത്തുകളിൽ എന്താണ് പറയുന്നത്? ഫസതുബ്സിറു വയുബ്സിറൂൻ, താങ്കൾക്ക് കാണാൻ സാധിക്കും. അബ്സറ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കണ്ടു, യുബ്സിറു തുബ്സിറു, താങ്കൾക്ക് കാണാം, അവർക്കും കാണാം, അഥവാ ശത്രുക്കൾക്ക്, മുശ്രിക്കീങ്ങൾക്ക്. ബി അയ്യിക്കുമുൽ മഫ്തൂൻ, നിങ്ങളിൽ ആരാണ് പിഴച്ചവൻ എന്നുള്ളത്, ആരാണ് ഫിത്നയിൽപ്പെട്ടവൻ എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് പ്രസക്തി?
നബി സ്വല്ലല്ലാഹു ഖുലുഖിനെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പറയുന്നത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ആരോപണം പറഞ്ഞിരുന്ന ആളുകൾക്കുള്ള മറുപടിയാണ്. അല്ലേ, ഇപ്പോൾ ഭ്രാന്തനല്ല സൽസ്വഭാവിയാണെന്ന് പറയാൻ കാരണം എന്താ? മറിച്ച് പറയുന്ന ആളുകളുണ്ടായിരുന്നു. പിന്നെ അവരെക്കുറിച്ച് പറയുകയാണ്. യഥാർത്ഥത്തിൽ സ്വഭാവദൂഷ്യമുള്ളത്, ഭ്രാന്തുള്ളത്, വഴിതെറ്റിയത് ഒക്കെ നിങ്ങളാണ്. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാകും. ഫസത്തു ബുസുറു വയുബുസിറൂൻ ബി അയ്യിക്കുമുൽ മഫ്തൂൻ, നിങ്ങൾ ആരാണ് വഴിപിഴച്ചത് എന്നുള്ളത്. ഇന്ന റബ്ബക ഹുവ അഅലമു, നിൻ്റെ റബ്ബ് അവനാണ് ഏറ്റവും നന്നായി അറിയുന്നത്. ബിമൻ ദല്ല അൻ സബീലിഹി, തൻ്റെ മാർഗത്തിൽ നിന്ന് പഴച്ചുപോയത് ആരാണ്. അല്ലേ, നിങ്ങൾ പറയുന്നത് മുഹമ്മദാണ് പഴച്ചതെന്ന്, പക്ഷെ അതാരാണ് ശരിക്കും പഴച്ചതെന്ന് ഏറ്റവും നന്നായിട്ട് അള്ളാഹുവിനറിയാം. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, ആരാണ് നേർമാർഗത്തിലുള്ളത് എന്നതും അള്ളാഹുവിനാണ് ഏറ്റവും നന്നായി അറിയുക. ഫലാ തുത്ഇൽ മുകദ്ദിബീൻ, ഇനി ഈ മുശ്രിക്കുകൾക്ക് ഉള്ള മറുപടിയാണ്, അവരെക്കുറിച്ച് പറയുകയാണ്. ഈ ആരോപണങ്ങൾ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുദ്ധിക്ക് സ്ഥിരതയില്ല, നഊദുബില്ല, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ വഴിപഴച്ച ആളാണ്, മഫ്തൂനാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ, അവരുടെ അവസ്ഥ എന്താണ്, അവരെക്കുറിച്ച് പറയുകയാണ്. ഫലാ തുത്ഇൽ മുകദ്ദിബീൻ, നിഷേധികളായ ആളുകളെ നീ അനുസരിച്ച് പോകരുത്. അല്ല, അവരുടെ ഈ വാക്കുകളും കാരണം നിനക്ക് സംശയമുണ്ടാകരുത്, അവരുടെ വഴി പിന്തുടരരുത്. അവരെങ്ങനെയുള്ളവരാണ്? വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ, താങ്കളൊന്ന് മയപ്പെടുത്തിയിരുന്നെങ്കിൽ എന്ന് അവരാഗ്രഹിക്കുന്നു. ഫയുദ്ഹിനൂൻ, അങ്ങനെ ചെയ്താൽ അവരും മയപ്പെടുത്താൻ തയ്യാറാണ്. അപ്പോൾ മുദാഹനത്ത് എന്നാണ് പറയാം. തുദ്ഹിനു എന്നുള്ളത് മുദാഹനത്ത് എന്നുള്ള വാക്കിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. മുദാഹനത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അസല് ദുഹ്ന് എന്നുള്ള വാക്കാണ്. ദുഹ്ന് എന്ന് പറഞ്ഞാൽ എന്താ? എണ്ണ, ഓയിൽ. ഇപ്പോൾ മയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ഓയിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് മിനുസം ഉണ്ടാക്കുന്ന സാധനമാണ് ഓയിൽ. അപ്പോൾ അതുപോലെ താങ്കളുടെ അഖീദയിൽ കുറച്ച് മയം വരുത്താൻ അവരിഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്താൽ അവർ തിരിച്ചും കുറച്ച് മയപ്പെടുത്തി തരാൻ തയ്യാറാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? മക്ക മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഒരു വർഷം നീ ഞങ്ങളുടെ ബിംബങ്ങൾ ആരാധിക്കുക, ഒരു വർഷം ഞങ്ങൾ അള്ളാഹുവിനെയും ആരാധിക്കാം. അള്ളാഹുവിനെ മാത്രമായി, അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ്, അള്ളാഹുവിനെ മാത്രം ഞങ്ങൾ ആരാധിക്കാം. അവർ വളരെ ആലോചിച്ച് ചിന്തിച്ച് കണ്ടുപിടിച്ച യുക്തിപരമായൊരു പരിഹാരമാണ് പ്രശ്നത്തിന്, മക്കയിലൊരു കുഴപ്പമില്ലാതിരിക്കാൻ. എന്താണ്? ഒരു വർഷം ഞങ്ങൾ നിൻ്റെ ദീനിൽ, ഒരു വർഷം നിങ്ങൾ ഞങ്ങളുടെ ദീനിൽ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ദീനാണ് ഹക്കെങ്കിൽ അതിൻ്റെ ഗുണം നിങ്ങൾക്കും കിട്ടും. നിൻ്റെ ദീനാണ് ഹക്കെങ്കിൽ ഞങ്ങൾക്ക് ഒരു വർഷം അത് പിന്തുടരുന്നതിൻ്റെ ഗുണമുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറഞ്ഞ സൂറത്ത് അവതരിക്കുന്നത്. അപ്പോൾ ഈ മുദാഹനത്ത് അത് ഇവരോട് പാടില്ല, അവരനുസരിച്ച് അവരുടെ മാർഗത്തിൽ പോകരുത് എന്ന് ആദ്യം പറഞ്ഞു. ഫലാ തുത്ഇ, അവരനുസരിക്കരുത്. പിന്നെ ഇനി അനുസരിക്കുക എന്ന് പറയുന്ന അത്രയും ആയിട്ടില്ലെങ്കിലും കുറച്ച് മയപ്പെടുത്തിയാലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും വേണ്ട. വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ, താങ്കളൊന്ന് മയപ്പെടുത്തിയാൽ അവർ മയപ്പെടുത്താൻ തയ്യാറാണ്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ? അവരിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? ആ ആഗ്രഹത്തിൻ്റെ പിന്നാലെ താങ്കൾ പോകരുത് എന്നാണ്. അപ്പോൾ അഖീദയുടെ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ല, അഖീദയുടെ വിഷയത്തിൽ മുദാഹനത്തില്ല. നമ്മളൊത്തിരി മുദാഹനത്ത് കാണിക്കാൻ തുടങ്ങിയാൽ അവരിങ്ങോട്ടും തയ്യാറാണ്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ അവരിങ്ങോട്ട് വന്ന് ചിലപ്പോൾ നമ്മളെ ക്ഷണിക്കും, ഇങ്ങോട്ട് വിട്ടുവീഴ്ച. അവരുടേത് മയപ്പെടുത്താൻ അവർ തയ്യാറാണ്, മയപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും, ഇതുപോലെ നിങ്ങളും ചെയ്യൂ എന്നവരാവശ്യപ്പെടും. അല്ല, ഇപ്പോൾ നമ്മൾ കാണാം, നമ്മുടെ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാൻ അവർ വരും, എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ടും വരും. അപ്പോൾ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ അവർ ചോദിക്കണം, ഞങ്ങൾ വരുന്നുണ്ടല്ലോ, നിങ്ങളോട് ആരാ വരാൻ പറഞ്ഞത്? യാതൊരു നിർബന്ധവുമില്ല, നമ്മൾ നിർബന്ധിച്ചിട്ടില്ല. അപ്പോൾ തൗഹീദ് എന്ന് പറയുന്നത് അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഷിർക്ക് അതിൻ്റെ ഏറ്റവും ചെറിയ രൂപം പോലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഇതാണ് ഈ ആയത്തിൽ പറയുന്നത്. ഏത് വിഷയമാണെങ്കിലും അഖീദയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. എന്നാൽ മുദാറാത്ത് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എന്നാൽ മുദാറാത്ത് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. മുദാറാത്ത് എന്ന് പറഞ്ഞാൽ ഒരാളോട് നയപരമായി പെരുമാറുക. നയപരമായി പെരുമാറുക എന്ന് പറഞ്ഞാൽ ദുന്യവിയായിട്ടുള്ള നമ്മുടെ ഹക്കുകൾ വിട്ടുകൊടുക്കുക. ദുന്യവിയായ നമ്മുടെ ഹക്കുകൾ വിട്ടുകൊടുത്തിട്ട് നമ്മുടെ ദീൻ സംരക്ഷിക്കുക. അതിനാണ് മുദാറാത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളോട് ഒരു ദുൽമുണ്ടായി, മുസ്ലിമീങ്ങൾക്കെതിരെ ഒരു ദുൽമുണ്ടായി ഒരു നാട്ടിൽ. അപ്പോൾ അതിന് പ്രതികാരം ചെയ്യാതിരിക്കുക, അനുവദനീയമായ മാർഗ്ഗത്തിൽ പോലും, കോടതിയിൽ പോയിട്ട് പോലും അതിനൊരു പ്രതികാരം നമ്മൾ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചാൽ, ഒരു ഫിത്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തീരുമാനിച്ചെന്ന് വിചാരിക്കാം. കോടതിയിൽ പോവാം ദുൽമ് തടയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരാൾ അതും വേണ്ട എന്ന് വിചാരിച്ചു, ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്ലിമീങ്ങൾക്ക് കൂടുതൽ മുസീബത്ത് ഉണ്ടാവുക എന്നുള്ള അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ക്ഷമിച്ചു. അതാണ് മുദാറാത്ത് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെ കൊന്നു കഴിഞ്ഞാൽ അത് വലിയൊരു മുസീബത്താണ്, അല്ലേ? അതുകൊണ്ടാണ് ഇസ്ലാമിൽ ഖിസാസ് അനുവദിച്ചത്. വമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലിവലിയിഹി സുൽത്താനൻ ഫലാ യുസ്രിഫ് ഫിൽ ഖത്ൽ.
ഒരാളെ അക്രമമായി വധിച്ചാൽ തിരിച്ച് പ്രതികാരം ചെയ്യാൻ അവൻ്റെ വലിയ അധികാരം കൊടുത്തിരിക്കുന്നു. ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം വലിയാണ് കൊല്ലുക, അല്ലേ? എൻ്റെ മകനെ നൗദുബില്ല ഒരാൾ കൊന്നാൽ ആ കൊലയാളിയെ ഞാനാണ് കൊല്ലേണ്ടത്, വലിയ അമറിൻ്റെ അനുവാദത്തോടു കൂടി, ഭരണാധികാരിയുടെ അനുവാദത്തോടു കൂടി. ഭരണാധികാരി അതിനു വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണം. എങ്ങനെയാണോ കൊന്നത് അതേ രീതിയിൽ, കല്ലുകൊണ്ട് തലക്കടിച്ച് കൊന്നപ്പോൾ അതേ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊന്നു കളഞ്ഞു ആ കൊലയാളി. ഇതാണ് വേണ്ടത്. ഇനി ഇതിനുള്ള നിയമപരമായ അനുവാദമുള്ള സ്ഥലത്ത്, ഭരണാധികാരികൾ ഇതിന് അനുവാദം കൊടുത്ത സ്ഥലത്ത്, ഓരോ വ്യക്തികളല്ല ഇത് നടപ്പിലാക്കേണ്ടത്. ശരി, ഇനി ഓരോ നാട്ടിലും നിയമപരമായി ഉള്ള ശിക്ഷ പോലും നമ്മൾ വിട്ടുവീഴ്ച ചെയ്താലോ? അതാണ് മുദാറാത്ത് എന്ന് പറയുന്നത്. അല്ലെ, നമ്മുടെ മുസ്ലിം ഉമ്മത്തിന് കൂടുതൽ വലിയൊരു അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ അക്രമം ചെയ്ത ആൾ അത്യാവശ്യം സ്വാധീനമുള്ള ഒരാളാണ്. അപ്പോൾ നിയമാനുസൃതമായ ശിക്ഷ തന്നെ അവന് വാങ്ങിക്കൊടുത്താൽ അതിന് പ്രതികാരമായിട്ട് വീണ്ടും പ്രശ്നങ്ങളുണ്ടാവും എന്ന് തോന്നുകയാണെങ്കിൽ വിട്ടുവീഴ്ച ചെയ്തു. അതാണ് മുദാറാത്ത്. മുദാഹനത്ത് എന്ന് പറഞ്ഞാലോ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ദീനിൻ്റെ കാര്യത്തിൽ, അഖീദയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതാണ്. തൗഹീദിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുക. എല്ലാ മതങ്ങളും ദൈവികമാണ്, എല്ലാ ആഘോഷങ്ങളും നമ്മുടേതാണ് എന്നൊക്കെ പറയുന്നത് അതാണ് മുദാഹനത്ത് എന്ന് പറയുന്നത്. അത് ഏത് സാഹചര്യത്തിലാണ് അനുവദനീയമായിട്ടുള്ളത്? ഇക്രാഹിൻ്റെ സാഹചര്യത്തിൽ. ഇക്രാഹ് എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മളെ കഴുത്തിൽ കത്തി വെച്ചിട്ട്, അല്ലെങ്കിൽ അതുപോലെയുള്ള അതിന് സമാനമായ നമുക്ക് താങ്ങാൻ കഴിയാത്ത ശിക്ഷയൊക്കെ കിട്ടും എന്നുള്ള സന്ദർഭത്തിൽ മനസ്സിൽ വിശ്വാസമില്ലാതെ കുഫറിൻ്റെ വാക്ക് പറയാം എന്ന് മാത്രം. ഇതാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശം. വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ വലാ തുതി' കുല്ല ഹല്ലാഫിൻ മഹീൻ. വീണ്ടും ആവർത്തിക്കുകയാണ് അല്ലാഹു തആല, വലാ തുതി', താങ്കൾ അനുസരിക്കരുത്, കുല്ല ഹല്ലാഫിൻ മഹീൻ. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ആയത്തുകളിൽ മുശ്രിക്കുകളായ, മക്കയിലെ മുശ്രിക്കുകളായ ആളുകളുടെ ചില സ്വഭാവങ്ങൾ എണ്ണി പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ താങ്കൾ അനുസരിക്കരുത്. ഇതിൽ നിന്ന് നമുക്കെന്താണ് ഗുണം? ഇതിൻ്റെയൊക്കെ നേരെ വിപരീതമാണ് നമ്മൾ ആവേണ്ടത്. അവരുടെ മോശമായ സ്വഭാവങ്ങളാണ് ഇവിടെ പറയുന്നത്. ചില മുഫസ്സിരീങ്ങൾ ഇത് വലീദ് ബിൻ മുഗീറ എന്ന് പറയുന്ന മുശ്രിക്കിനെ കുറിച്ചുള്ളതാണ് എന്ന് പറഞ്ഞതായിട്ട് കാണാം. പക്ഷേ എല്ലാവർക്കും ബാധകമാണ്, ഈ സ്വഭാവമുള്ളവർക്കൊക്കെ അത് ബാധകമാണ്. ഇങ്ങനെയുള്ള ആളുകളെ അനുസരിക്കരുത്, അവരെ പിന്തുടരരുത്, അവരോട് കൂട്ടുകൂടരുത്. ആരാണ്? വലാ തുതി' കുല്ല ഹല്ലാഫിൻ മഹീൻ. അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയാണ്, താങ്കൾക്ക് ഭ്രാന്താണ്, താങ്കൾ മഫ്തൂനാണ് എന്നൊക്കെ അവർ പറയുന്നു. പക്ഷേ താങ്കൾ അങ്ങനെയൊന്നും അല്ല എന്ന് മാത്രമല്ല, ചീത്ത സ്വഭാവമുള്ള ആളുകളുടെ അടുത്ത് പോലും താങ്കൾ പോകരുത് എന്ന് കൽപ്പിക്കപ്പെട്ട ആളാണ് എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. എന്തൊക്കെയാണ് ഈ ചീത്ത സ്വഭാവങ്ങൾ? വലാ തുതി' കുല്ല ഹല്ലാഫിൻ. ഹല്ലാഫ് എന്ന് പറഞ്ഞാൽ ഹലിഫ്, സത്യം ചെയ്യൽ, അധികമായി സത്യം ചെയ്യുന്ന ആളുകൾ, അമിതമായി സത്യം ചെയ്യുക. ഹല്ലാഫ് എന്ന് പറഞ്ഞാൽ മുബാലഗത്താണ്, ധാരാളമായി സത്യം ചെയ്യുക. അപ്പോൾ സത്യം ചെയ്യുക എന്നുള്ളത് നിരുത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്, അത്യാവശ്യത്തിനല്ല. അത്യാവശ്യത്തിനേ സത്യം ചെയ്യാൻ പാടുള്ളൂ. എന്തുകൊണ്ടാണ്? അല്ലെ, സത്യം ചെയ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞ വാക്കിനെ ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിൻ്റെ പേര് പറയുന്നു. അതാണ് സത്യം ചെയ്യൽ എന്ന് പറയുന്നത്, ഹലിഫ് എന്ന് പറയുന്നത്. അള്ളാഹു അല്ലാത്തവർ ആരാധിക്കുന്നവർ അവരുടെ ഇലാഹുകളുടെ പേര് പറയും. ചില ആളുകൾ സ്വന്തം മാതാപിതാക്കളുടെയും മക്കളുടെയൊക്കെ പേര് പറഞ്ഞ് സത്യം ചെയ്യും. അവരവർ ബഹുമാനിക്കുന്ന വസ്തുക്കളുടെ ആളുകളുടെയൊക്കെ പേരാ പറയാം. അതിൻ്റെ ഹുക്കം എന്താണ്? ഷിർക്കുൻ അസ്ഗറാണ്, ചെറിയ ഷിർക്കാണ്. കാരണം അള്ളാഹുവിൻ്റെ ഹക്ക് വകവെച്ച് കൊടുക്കുന്നില്ല, അഥവാ അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ മോനാണ് സത്യം എന്ന് പറഞ്ഞാൽ മോൻ്റെ അടുത്ത് നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അത് ഷിർക്കുൻ അസ്ഗറാണ്. നേരെ മറിച്ച് ഈ സത്യം ചെയ്യപ്പെടുന്ന ആരെ പേരിലാണോ സത്യം ചെയ്യുന്നത് അവനിൽ നിന്ന് ഉപകാരവും ഉപദ്രവവും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഷിർക്കുൻ അക്ബറാവും. ഏതായാലും അള്ളാഹുവിൻ്റെ പേരിലുള്ള സത്യം പോലും അധികമാകരുത്, ഹല്ലാഫാവരുത്, എപ്പോഴും സത്യം ചെയ്യുന്ന ആളാവരുത്. എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ ഒരു ആവശ്യത്തിന് അള്ളാഹുവിൻ്റെ പേര് ഉപയോഗിക്കുകയാണ് നമ്മൾ, അത് അത്രയും വലിയ ആവശ്യമായിരിക്കണം. അല്ല, ചില ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇത് ചെയ്യപ്പോഴാണ് കച്ചവടത്തിലാണ് സത്യം ചെയ്യൽ. വല്ലാഹി നമ്മുടെ നാട്ടിൽ അത്ര പ്രചാരമില്ല. കാരണം എന്താ? കാരണം അള്ളാനെ പേടി വേണ്ടേ? അള്ളാനെ പേടിയുള്ള ആൾക്കാരാകുമ്പോൾ എന്തു ചെയ്യും? അള്ളാൻ്റെ പേരിൽ സത്യം ചെയ്യും. അത് പാടില്ല. കാരണം നമ്മുടെ ദുന്യവിയായിട്ടുള്ള നിസ്സാരമായ ആവശ്യത്തിന് അള്ളാഹുവിൻ്റെ പേര് ഉപയോഗിക്കരുത് എന്നതുകൊണ്ട്. ഒരു ഹദീസിൽ കാണാം, 3 പേരെ അള്ളാഹു താല തിരിഞ്ഞു നോക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ കാണാം, അൽ മുൻഫിഖു സിൽഅതഹു ബിൽ ഹലിഫിൽ കാദിബ്. സഹിഹായ മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അത് കള്ളസത്യത്തെക്കുറിച്ചാണ് പറയുന്നത്. കള്ളസത്യം ചെയ്തുകൊണ്ട് സ്വന്തം ചരക്ക് വിറ്റഴിക്കുന്നയാൾ, കച്ചവടത്തിൽ കളവ് പറഞ്ഞിട്ട് സത്യം ചെയ്യുന്നയാൾ. ഈ സത്യം പറഞ്ഞിട്ടാണെങ്കിൽ പോലും ഇവിടെ ഈ ആയത്തിൻ്റെ പരിധിയിൽ വരും. കാരണം ഇവിടെ കള്ളസത്യം എന്ന് പറഞ്ഞിട്ടില്ല, ഹല്ലാഫ് എന്നാണ് പറഞ്ഞത്. ഹല്ലാഫിൻ മഹീൻ. അതുപോലെ തന്നെ മഹീൻ, നിന്ദ്യനായിട്ടുള്ളയാൾ. ഹമ്മാസിൻ. ഹമ്മാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ
സൂറത്തുൽ ഹുമസയിൽ പറഞ്ഞു, വൈലുല്ലി കുല്ലി ഹുമസത്തിൻ ലുമസ. ഹംസ് എന്ന് പറഞ്ഞാൽ ഗീബത്ത് പറയാം, ഒരാളെ പറ്റി ആക്ഷേപം പറയാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ. മഷാഇൻ ബി നമീം, നമീമത്തുമായി നടക്കുന്ന ആൾ. അപ്പോൾ ഈ സ്വഭാവങ്ങളുടെയൊക്കെ നേരെ വിപരീതം. അത്യാവശ്യത്തിന് മാത്രം സത്യം ചെയ്യാം, അതുപോലെ തന്നെ ആളുകളെക്കുറിച്ച് ഗീബത്ത് പറയാതിരിക്കുക. നമീമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നഖ്ലുൽ കലാം ബി ഖസ്ദിൽ ഇഫ്സാദ്, ആളുകൾ തമ്മിൽ തെറ്റിക്കുന്ന വിധത്തിൽ സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുക. ഇതാണ് നമീമത്ത് എന്ന് പറയാം. സത്യമാവാൻ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ബന്ധം അത് ഇസ്ലാം എത്ര പവിത്രമായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത്. സത്യം ഹറാമായി, കളവ് ഹലാലായി. രണ്ടാളുകൾ തമ്മിൽ നന്നാക്കാൻ വേണ്ടി കളവ് പറയാം, അത് ജായിസാണ്. രണ്ടുപേരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ആ സത്യം ഹറാമാണ്. ഔദുബില്ല. അപ്പോൾ ആലോചിച്ച് നോക്കൂ, നമീമത്ത് എന്ന് പറയുന്നത് ലൻ യദ്ഖുല അൽ ജന്നത നമ്മാം ഉലാ യദ്ഖുലുൽ ജന്നത നമ്മാം, നമീമത്ത് പറയുന്ന ആൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഇതാണ് അടുത്ത സ്വഭാവം, മഷാഇൻ ബിനമീം. ഒരു അസർ കാണാം, മുൻഗാമികളായ ചില ഇമാമികൾ പറഞ്ഞത്, യുഫ്സിദു അന്നമ്മാമു ഫി സാഅത്തിൻ മാ ലാ യുഫ്സിദു സാഹിറു ഫി സന. സാഹിർ ഒരു കൊല്ലം കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ ഫിത്ന നമീമത്ത് പറയുന്ന ആൾ ഒരു മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കും. അത് മുബാലകത്ത്, ഒരു അതിശയോക്തിപരമായ പ്രയോഗമാണ്. പക്ഷേ അതിലൊരു സത്യമുണ്ട്. എന്താണ്? നമീമത്തിൻ്റെ അപകടം അത്ര വലുതാണ്. അങ്ങേയറ്റത്തെ സുഹൃത്തുക്കളായിരുന്ന ആളുകൾ പെട്ടെന്ന് ഏറ്റവും വലിയ ശത്രുക്കളായി മാറും, എന്തെങ്കിലും ഒരു വിവരം ഒരാളങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറതിൻ്റെ പേരിൽ. അതാണ് നമീമത്ത് എന്ന് പറയുന്നത്. ഇതൊക്കെ ആരെക്കുറിച്ചാണ് പറയുന്നത്? മക്കാ മുശ്രിക്കുകളെ കുറിച്ചാണ് പറയുന്നത്. അതിലൊരു സൂചന ഉണ്ട്. എന്താണ്? അല്ല, ദീൻ എന്ന് പറയുന്നത് അത് ആളുടെ സ്വഭാവത്തിൽ സ്വാധീനിക്കും. അല്ലേ, അവർ മുശ്രിക്കുകളായതുകൊണ്ടാണ് അവർക്ക് ഈ സ്വഭാവങ്ങളൊക്കെ ഉണ്ടായത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് പല ആളുകളും ചിന്തിക്കുന്ന പോലെ ആയിരുന്നെങ്കിൽ എല്ലാ സമുദായത്തിലും ഇല്ലേ നല്ലവർ, എല്ലാത്തിലും ഇല്ലേ മോശം ആൾക്കാർ ഉണ്ടാവും. പക്ഷേ ഷിർക്ക് ചെയ്യുന്ന ആളുകളിൽ മോശമായ സ്വഭാവങ്ങൾ വളരെ വ്യാപകമായിരിക്കും. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നല്ല സ്വഭാവങ്ങൾ വ്യാപകമായിരിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതാണ്, മുസ്ലിമീങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു ദോഷമുണ്ടെങ്കിൽ അത് അതിൻ്റെ ഇരട്ടി കുഫാറുകൾക്കിടയിലുണ്ടാവും. കുഫാറുകൾക്ക് എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ അത് ഇരട്ടിയായി മുസ്ലിമീങ്ങൾക്കിടയിലുണ്ടായിരിക്കും. അത് ഈ ആയത്തുകളൊരു സൂചനയുണ്ട്. മന്നാഇൻ ലിൽ ഖൈർ, എല്ലാവരും തുല്യരായിരുന്നെങ്കിൽ, സൽസ്വഭാവത്തിൻ്റെ കാര്യത്തിലും ദുസ്വഭാവത്തിൻ്റെ കാര്യത്തിലും എല്ലാവരും കോമൺ ആയിരുന്നെങ്കിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സ്വഭാവങ്ങൾ മുശ്രിക്കുകൾ വ്യാപകമായിരിക്കും. മന്നാഇൻ ലിൽ ഖൈരി, നന്മ തടയുന്നവൻ. മുഅ്തദിൻ എന്ന് പറഞ്ഞാൽ വാലിം, അക്രമം ചെയ്യുന്നവൻ. അഫീം, പാപിയായവൻ, ധാരാളം പാപങ്ങൾ ചെയ്യുന്നവൻ. ഉതുല്ലിൻ ബഅദ ദാലിക്, ഇതൊക്കെ കഴിഞ്ഞിട്ട് അതിന് പുറമെ ഉതുല്ലാണ്. ഉതുല്ല് എന്ന് പറഞ്ഞാൽ ഖാസിൽ ഖൽബ്, കടുത്ത മനസ്സിൽ കസ്വത്തുള്ളവൻ, പരുഷമായ മനസ്സുള്ളവൻ. ജനീം എന്ന് പറഞ്ഞാൽ ദഈ എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം തറവാടല്ലാത്ത മറ്റൊരു തറവാട്ടിലേക്ക് സ്വയം ചേർത്തി പറയുന്ന ഒരാൾ. പറയാൻ തക്ക ഒരു പരമ്പരയില്ല, ഇന്ന കുടുംബക്കാരനാണെന്ന് പറയാൻ ഒരു നല്ല തറവാട്ടിലുള്ളവനല്ല. എന്നിട്ട് അതിന് പുറമെ അവൻ എന്ത് ചെയ്യും? വേറെ ഏതെങ്കിലും ഒരു കുടുംബത്തിലേക്ക് സ്വയം ചേർത്തി പറയുന്നവൻ. അങ്ങനെയുള്ള ആളായിരുന്നു വലീദ് ഇബ്നു മുഗീറ എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അയാളുടെ കുടുംബം കുറച്ച് മോശമായതുകൊണ്ട് വേറെ ഒരു കബീലയിലേക്ക് ചേർത്തി പറഞ്ഞിരുന്ന ആളാണ് വലീദ് ഇബ്നു മുഗീറ. അൻ കാന ദാ മാലിൻ വബനീൻ, അല്ലെ ഉതുല്ലിൻ ബഅദ ദാലിക ജനീം. ഈ വാക്ക് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, ഈ ഉതുല്ല് എന്നുള്ള വാക്ക്. ഹാരിസ അൽ ഖുസാഇ റളിയല്ലാഹു അൻഹു എന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല ഉഖ്ബിറുക്കും ബി അഹ്ലിന്നാർ, നരകാവകാശികൾ ആരാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. കുല്ലു ജവ്വാദിൻ ഉതുല്ലിൻ മുസ്തക്ബിർ. എന്താണ് ജവ്വാദ് എന്ന് പറഞ്ഞാൽ? അഹങ്കാരത്തോടെ നടക്കുന്നവൻ. അല്ല അൽ മുഖ്താലു ഫി മിഷ്യത്തിഹി, നടത്തത്തിൽ ഒരു പൊങ്ങച്ചം കാണിച്ച് നടക്കുന്നവൻ. ഉതുൽ എന്ന് പറഞ്ഞാൽ മനസ്സ് കടുത്തുപോയവൻ. മുസ്തക്ബിർ അഹങ്കാരി. ഇത് നരകാവകാശികളുടെ സിഫാത്തുകളായിട്ട് ഹദീസിൽ വന്നിട്ടുള്ളതാണ്. അൻ കാന ദാ മാലിൻ വബനീൻ, എന്താണ് കാരണം ഇങ്ങനെ അഹങ്കാരിയായി നടക്കാൻ, മനസ്സ് കടുത്തു പോകാനുള്ള കാരണം? അൻ കാന ദാ മാലിൻ വബനീൻ, അവൻ്റെ സമ്പത്ത് അധികരിച്ചു, ഒരുപാട് സന്താനങ്ങളുണ്ടായി. അപ്പോൾ ദുനിയാവ് എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ്. അല്ല, സമ്പത്തും സന്താനങ്ങളൊക്കെ ഇന്നമ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും പരീക്ഷണമാണ്. അത് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ അള്ളാഹുവിന് അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനോട് നന്ദി കാണിച്ചാൽ ഒരാൾക്കത് അനുകൂലമാകും. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, അത് ഭംഗിയായിരിക്കും. ആരെയാണോ ഇത് ദീനിൽ നിന്ന് തെറ്റിക്കുന്നത്
അവന് അത് വലിയ ഒരു അദാബായിരിക്കും. അതുകൊണ്ടാണ് ഇന്നമ അംവാലുക്കും ഔലാദുക്കും ഫിത്ന എന്ന് പറഞ്ഞത്. ഫിത്ന എന്ന് പറഞ്ഞാൽ പരീക്ഷണം. ഫിത്ന എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് അർത്ഥമില്ല, ചീത്ത കാര്യങ്ങളാണെന്ന് അർത്ഥമില്ല. വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ഷെറ് കൊണ്ടും ഖൈർ കൊണ്ടും പരീക്ഷിക്കും. അപ്പോൾ പരീക്ഷണങ്ങൾ എന്തായിരിക്കും? അത് ഓരോരുത്തരും അത് ഉപയോഗിക്കുന്നതനുസരിച്ച്. ഒരു കാര്യം പരീക്ഷണമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അത് ചീത്തയാണ് എന്നർത്ഥമില്ല. അല്ല, ചില ആളുകൾ പറയാറുണ്ട്, സ്ത്രീകളെക്കുറിച്ച് മോശമാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാ തറക്തു ബഅദി ഫിത്നതൻ അദറ അല റിജാലി മിനൻ നിസാ, എൻ്റെ കാലശേഷം പുരുഷന്മാർക്ക് ഏറ്റവും വലിയ പരീക്ഷണം സ്ത്രീകളാണ്. അതിൻ്റെ അർത്ഥം സ്ത്രീകൾ മോശമാണെന്നാണോ? അല്ല, പരീക്ഷണമാണ്. അവരുടെ വിഷയത്തിൽ അള്ളാഹിനെ സൂക്ഷിച്ചവൻ വിജയിച്ചു, അള്ളാഹുവിനെ സൂക്ഷിക്കാത്തവൻ പരാജയപ്പെട്ടു. അതുപോലെയാണ് സമ്പത്തും സന്താനങ്ങളെന്ന് പറയുന്നത്. സ്വന്തം നിലക്ക് അത് തിന്മയല്ല, പക്ഷേ അത് ഉപയോഗിക്കുന്നതനുസരിച്ചുണ്ടാകും. ഈ വ്യക്തി അതിൽ പരാജയപ്പെട്ട ആളാണ്. ധാരാളം സമ്പത്തും സന്താനങ്ങളുമുണ്ട്. മുശ്രിക്കുകളായ ആളുകൾ, വലീദ് ബിൻ മുഗീറ ആണെങ്കിൽ വലീദ് ബിൻ മുഗീറ, ആരായാലും അൻകാന ദമാലിൻ ഒബനീൻ. അപ്പോൾ സമ്പത്തും സന്താനങ്ങളും കാരണം പഴച്ചു പോകുന്ന ആളുകളുണ്ട്. ഒരു പ്രയോഗം സാധാരണ പറയാറുണ്ട്, അത് ഇഞ്ചിയിലുള്ളതാണ്, ബൈബിളിൽ ഉള്ളതാണ്. ഹുബ്ബു ദുനിയ റഅ്സു കുല്ലി ഖതീഅ, എല്ലാ പാപങ്ങളുടെയും അടിസ്ഥാന കാരണം എന്താണ്? ഹുബ്ബു ദുനിയ, ദുനിയാവിനോടുള്ള സ്നേഹമാണ്. അപ്പോൾ ഈ സമ്പത്തും സന്താനങ്ങളും അതിനോടുള്ള സ്നേഹം പരിധി വിട്ടാൽ എന്താകും? അത് ഒരാളെ പിഴപ്പിക്കും. ഇതുപോലെയുള്ള അവസ്ഥ വരും. ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ അവ്വലീൻ. ഇദാ തുത്ല അലൈഹി ആയാതുന, നമ്മുടെ ആയത്തുകൾ വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചാൽ, ഖാല അവർ പറയും, അസാതീറുൽ അവ്വലീൻ, ഇത് മുൻഗാമികളുടെ പഴങ്കഥകളാണ്. ഉസ്തൂറത്ത് എന്ന് പറഞ്ഞാൽ കെട്ടുകഥകൾ അല്ലേ? നമ്മളിപ്പോൾ വെറുതെ കുട്ടികൾക്കൊക്കെ ഇല്ലാത്ത കഥകൾ പറഞ്ഞു കൊടുക്കും, അതിനാണ് ഉസ്തൂറത്ത് എന്ന് പറയാം. പഴയ കാലത്തുള്ള ആളുകൾ ഇങ്ങനെ കൈമാറി വരുന്ന അന്ധവിശ്വാസങ്ങളായിട്ടുള്ള മിത്തുകൾ, അങ്ങനെയുള്ള കെട്ടുകഥകൾ മാത്രമാണ് ഖുർആൻ എന്ന് അവൻ പറയും. നഊദു ബില്ലാഹ്. സനസിമുഹു അലൽ ഖുർത്തൂം, അല്ലാഹു സുബ്ഹാനഹു തആല അവനെ താക്കീത് ചെയ്യുകയാണ്. സനസിമുഹു അലൽ ഖുർത്തൂം. ഈ ആയത്തിൻ്റെ അർത്ഥം ചിലപ്പോൾ പരിഭാഷയിലേക്ക് ഇങ്ങനെയായിരിക്കും, അവൻ്റെ മൂക്കിന് മുകളിൽ നാം ഒരു അടയാളം വെക്കുന്നതാണ്. എന്താണ് ഈ വാക്കുകളുടെ അർത്ഥം എന്ന് നോക്കാം. നസിമുഹു എന്ന് പറഞ്ഞാൽ എന്താ? യസിമു എന്ന് പറഞ്ഞാൽ അടയാളം വെക്കുക. സിമത്ത് എന്ന് പറഞ്ഞാൽ അടയാളം. വസമ സിമത്തൻ, വസമ യസിമു സിമത്തൻ, അടയാളം വെക്കുക എന്ന് തന്നെയാണ്. ഖുർത്തൂം എന്ന് പറഞ്ഞാൽ ശരിക്കും തുമ്പിക്കൈ എന്നാണ് അർത്ഥം. ആനൻ്റെ തുമ്പിക്കൈനാണ് ഖുർത്തൂം എന്ന് പറയാം. ഈ നാൽക്കാലികളുടെയൊക്കെ മൂക്കിന്, പ്രത്യേകിച്ച് വന്യമൃഗങ്ങളുടെ മൂക്കിന്, ആനക്ക് മാത്രമല്ല, അറബിയിൽ വന്യമൃഗങ്ങളുടെ ഒക്കെ മൂക്കിന് ഖുർത്തൂം എന്ന് പറയും. കാരണം കുറച്ച് വലുതായിരിക്കും. ഇപ്പോൾ സിംഹത്തിൻ്റെയും പുലിയുടെയൊക്കെ മൂക്കിന് ഖുർത്തൂം എന്ന് പറയും. എന്തുകൊണ്ടാണ് ഈ വ്യക്തിയുടെ, മുശ്രിക്കായ ഇയാളുടെ മൂക്കിനെ പറ്റി പറഞ്ഞപ്പോൾ ഖുർത്തൂം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്? അറബിയിൽ മൂക്കിനൊരു പ്രത്യേകത ഉണ്ട്. ഒരാൾ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഹദീസിലൊക്കെ, റഗിമ അൻഫു ഫുലാൻ, റഗിമ അൻഫുഹു. അല്ലെങ്കിൽ നബിസ്വല്ലല്ലാഹു ചില കാര്യങ്ങളൊക്കെ സഹാബത്ത് ചോദിക്കുമ്പോൾ നബിസ്വല്ലല്ലാഹു ഒരു ഉത്തരം പറഞ്ഞു കൊടുത്ത് ചോദിച്ച ആളത് സമ്മതിച്ചിട്ടില്ലെങ്കിൽ റഗിമ അൻഫുക്ക്, നീ സമ്മതിച്ചിട്ടില്ലെങ്കിലും എന്ന് പറയും. അല്ലെങ്കിൽ റഗിമ അൻഫു ഫുലാൻ, ഇന്നയാൾ അവനീ പറഞ്ഞത് അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഇതാണ് വാസ്തവം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് റഗിമ അൻഫുക്ക്, റഗമൻ അൻ അൻഫിക് എന്നൊക്കെ പറയും. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അതിൻ്റെ റഗിമ അൻഫുക്ക എന്നുള്ള വാക്കിൻ്റെ നേർക്കുനേരുള്ള അർത്ഥം നിൻ്റെ മൂക്കിന് എതിരായിക്കൊണ്ട് എന്നാണ്. ഇതാണ് സത്യം, റഗിമ അൻഫുക്ക്, നിൻ്റെ മൂക്കിന് എതിരായിക്കൊണ്ട്. എന്താണ് ഉദ്ദേശം? മൂക്കും സത്യവും നമ്മളെന്താ ബന്ധം? ഒരാൾ ഒരു കാര്യം വാശി പിടിക്കുന്നതിൻ്റെ ആ അവസ്ഥ വർണ്ണിക്കാൻ വേണ്ടി അറബിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് അനഫ. അനഫ എന്ന് പറഞ്ഞാൽ എന്താ? വാശി പിടിച്ചു, അവൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു എന്നിട്ട് അനഫ എന്ന് പറയും. അപ്പോൾ വീണ്ടും മൂക്കാണ്, അൻഫ് എന്നുണ്ടായതാണ് അനഫ. അവിടെ എന്താ മൂക്കിൻ്റെ ബന്ധം? നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ, രണ്ടാൾ നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം പറഞ്ഞു, എനിക്കതിനോട് യോജിപ്പില്ല. അപ്പോൾ ആ ഒരു യോജിപ്പില്ല, ഞാൻ എൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്നത് പ്രകടിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജാണ് നമ്മുടെ മൂക്ക് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ തല ഉയർത്തിയിട്ടില്ല, സമ്മതിക്കില്ല, തല ആണ് ഉയർത്തുന്നത്, സ്വാഭാവികമായും മൂക്ക് വരും. അപ്പോൾ അതിൽ നിന്നാണ് ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ പിന്നെ ഉണ്ടായി വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മൂക്ക് സമ്മതിച്ചിട്ടില്ലെങ്കിലും അതൊക്കെ അൻഫുക്ക്, അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് സനസിമുഹു അലൽ ഖുർത്തൂം, അവൻ്റെ മൂക്കിന് അടയാളം വെക്കുമെന്ന് പറഞ്ഞാൽ അവന് സമ്പത്തുണ്ട്, സന്താനങ്ങളുണ്ട്, വലിയ ആളാണ് എന്നുള്ള അഹങ്കാരം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചിട്ടൊക്കെ നടന്നത് അല്ലേ? അപ്പോൾ ആ
അനഫത്ത് അവൻ്റെ ധിക്കാരം അതിന് അതിൻ്റെ ജിൻസിൽപ്പെടാൽ ജസാ മിൻ ജിൻസിൽ അമൽ, എൻ്റെ മൂക്കിന് അടയാളം വെക്കും എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ സംഭവം വലീദ് ബിൻ മുഗീറക്ക് ദുനിയാവിൽ വെച്ച് തന്നെ സംഭവിച്ചിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ മൂക്ക് പോയി വലീദ് ബിൻ മുഗീറയുടെ എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിനെക്കുറിച്ച് പുകഴ്ത്തി അത് കഴിഞ്ഞിട്ട് ആരോപണം പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയുന്ന ആളുകളുടെ സ്വഭാവം എന്താണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അവർക്കുള്ള ശിക്ഷ എന്താണ് എന്ന് പറഞ്ഞു. ചില പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ സലഫുകളൊക്കെ ഇത് പരലോകത്തെക്കുറിച്ചാണ്, പരലോകത്ത് നരകത്തിൽ ആയിരിക്കും മൂക്ക് കുത്തി വീഴുന്നതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നാണ് ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാണെങ്കിലും ശരിയാണ്, രണ്ടും സംഭവിക്കാനുള്ള കാര്യമാണ്. ഇത്രയുമാണ് ഈ സൂറത്തിലെ തുടക്കത്തിലെ ആയത്തുകൾ. പക്ഷേ അതിനി ഒരു കഥയാണ് അടുത്ത ആയത്തുകൾ വരാൻ പോകുന്നത്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.